ഹായ് ഹലോ വെൽക്കം ടു ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ്. ഇന്ന് നമുക്ക് മാത്സിലെ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാലോ. ട്രയാങ്കിൾ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ ഒരു 2D ഷേപ്പ് ആണ്. ട്രയാങ്കിൾ എന്താ ഈ 2D ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? 2D ഷേപ്പ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഫിഗർ, അതായത് രണ്ട് മെഷർമെന്റ് വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയുന്നതാണ് എന്ത്? 2 ഡയമെൻഷണൽ ഫിഗർ എന്ന്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാവോ? 3 സൈഡ്സ്. എത്ര സൈഡ് വേണം? 3 സൈഡ്. 1 2 3. 3 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് എന്ത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ട്രയാങ്കിളിനെ ഞാൻ ജസ്റ്റ് നെയിം കൊടുക്കാൻ പോവാം. എ ബി സി. ട്രയാങ്കിളിന് ഞാൻ എന്ത് ചെയ്തു? ട്രയാങ്കിളിന്റെ ഓരോ 2 സൈഡുകൾ ജോയിൻ ചെയ്യുന്ന ഈ ഒരാളുണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പേര് കൊടുത്തു എ ബി സി. നമുക്കിനി ഇതിലെ ഓരോ പാർട്സിനെയും എന്താണെന്ന് പഠിക്കാം. ഓക്കെ, എ ബി. എ ബി എന്താണെന്ന് അറിയാമോ? എ ബി ട്രയാങ്കിൾ എ ബി സിയുടെ ആരാണ്? ഒരു സൈഡാണ്. അപ്പൊ വേറൊരു സൈഡ് പറഞ്ഞേ, ബി സി. ദെൻ വേറൊരു സൈഡ് പറഞ്ഞേ, നെക്സ്റ്റ് സൈഡ് ആരാ? എ സി. മനസ്സിലാവുന്നോ? നമുക്കൊരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. എങ്ങനെയാ ഈ ട്രയാങ്കിളിനെ എഴുതുന്നതെന്ന് അറിയാവോ? നമ്മൾ ഇതിനെ എഴുതും, കുഞ്ഞൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചിട്ട് ട്രയാങ്കിൾ എ ബി സി. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ എ ബി സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രയാങ്കിൾ എങ്ങനെ വായിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സി. മനസ്സിലാവുന്നോ? ഇനി ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സ് ആരൊക്കെയാ? എ ബി ഇതൊരു സൈഡ്, ബി സി വേറൊരു സൈഡ്, എ സി വേറൊരു സൈഡ്. മനസ്സിലാവുന്നോ? ഇനി നമുക്ക് ഈ എയില് എന്താ സംഭവിക്കുന്നത്? ഈ 2 സൈഡും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ അവിടെ ജോയിൻ ചെയ്യുമല്ലേ. അതുപോലെ തന്നെ എ ബിയും ബി സിയും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ മീറ്റിംഗ് പോയിന്റ്, ബി സിയും എ സിയും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ മീറ്റിംഗ് പോയിന്റ്. അങ്ങനെ എത്ര മീറ്റിംഗ് പോയിന്റ് ഉണ്ട്? 3 മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. മനസ്സിലാവുന്നോ? ഇങ്ങനെയുള്ള ഈ മീറ്റിംഗ് പോയിന്റിനെ അല്ലെങ്കിൽ കോർണറിനെ നമ്മൾ പറയുമല്ലോ മൂല, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുന്ന ഒരു മൂല. ഓക്കെ, സോ ആ കോർണറിനെ പറയുന്ന പേരാണ് വെർട്ടെക്സ്. എന്താ അതിന്റെ പേര്? വെർട്ടെക്സ്. മനസ്സിലാവുന്നോ? സോ നമ്മൾ സൈഡ് എന്താന്ന് പഠിച്ചു, സൈഡ് പഠിച്ചു ട്രയാങ്കിളിന്റെ. പിന്നെ വെർട്ടെക്സ് എന്താന്ന് പഠിച്ചു. വെർട്ടെക്സുകൾ ആരൊക്കെയാണുള്ളത്? വെർട്ടെക്സ് എ ഉണ്ട്, വെർട്ടെക്സ് ബി ഉണ്ട്, വെർട്ടെക്സ് സി ഉണ്ട്. മനസ്സിലാവുന്നോ? ഇനി നമുക്ക് പഠിക്കേണ്ട മെയിൻ കാര്യമാണ് ട്രയാങ്കിളിനകത്തെ ആംഗിൾസ്. ആംഗിൾ എന്താന്ന് നേരത്തെ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. ഇനി ട്രയാങ്കിളിനകത്തെ ആംഗിൾസ് ആരൊക്കെയാന്ന് നോക്കാം. നോക്കിക്കേ, 2 സൈഡ് എ ബിയും എ സിയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ആയില്ലേ? ഒരു ആംഗിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലൈൻസ് പോരെ. സോ എ ബിയും എ സിയും കൂടെ ഫോം ആയിട്ട് ഇവിടെ ആരുണ്ടായി? ഒരു ആംഗിൾ ഉണ്ടായി. ആംഗിൾ എ, ആ ആംഗിളിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ആംഗിൾ ജസ്റ്റ് ആംഗിൾ എ എന്ന് മാത്രം എഴുതിയാൽ മതി. എന്താ ഈ സിമ്പല്? ആംഗിൾ. ഈ സിമ്പൽ എന്നായിരുന്നു? ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിൾ എ ബി സി. ഇതെന്നാ? ആംഗിൾ എ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആംഗിൾ എ എന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യാന്ന്. ഇതുപോലെ തന്നെ വേറൊരു റെപ്രസെന്റേഷനും കൂടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി. ആംഗിൾ ബി എ സി. എന്നാ പറഞ്ഞ? ആംഗിൾ ബി എ സി. ഈ എ ഇവിടെ നടുക്ക് തന്നെ നടക്കണം കേട്ടോ. ഇങ്ങനെ തിരിച്ചെഴുതരുത്. എ ബി സി എന്ന് എഴുതരുത്, ആള് മാറും. മനസ്സിലാവുന്നോ? ബി എ സി എന്ന് എഴുതിയാലും ആരാണ്? നമ്മുടെ ആംഗിൾ എ തന്നെ. അപ്പൊ ഒന്ന് പറഞ്ഞ, ആംഗിൾ ബിനെ എങ്ങനെ എഴുതായിരിക്കും? ആംഗിൾ ബിനെ ഇതുപോലെ എഴുതായിരിക്കും, ആംഗിൾ എ ബി സി. ആരാണോ എവിടെ ഏത് വെർട്ടെക്സിലാണോ ജോയിൻ ചെയ്യുന്നത് അവിടാണ് എന്ത്? നമ്മുടെ ആംഗിൾ കിടക്കുന്നത്. മനസ്സിലാവുന്നോ? നെക്സ്റ്റ് ആംഗിൾ സിനെ അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ സി ബി. മനസ്സിലാവുന്നോ? അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ എന്തൊക്കെ പാർട്സ് ആണ് നമ്മൾ പഠിച്ചേ? ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്, ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് ഉണ്ട്, ട്രയാങ്കിളിന് 3 ആംഗിൾ ഉണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ see you on the next video. Bye bye.